ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ വിശ്വജിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വിക്രം വരികയാണ്. വിക്രമിനെ കാണുമ്പോൾ അച്ഛൻ പറയാണ്, അതേ വരുന്ന ഒരു തെമ്മാടി, മറ്റൊരുത്തൻ കള്ളൻ, ഇനി രണ്ടാമത്തെ ഇടയിലുള്ളവൻ എന്താണാവോ, ഇതൊക്കെ അനുഭവിക്കാനാണ് എൻ്റെ യോഗം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, വിശ്വം, നിനക്കത് കാലത്ത് ആ പൈസ ജോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് തന്നെ അതൊന്ന് തുറന്ന് പറയായിരുന്നില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തേനില്ല എന്ന് പറയുകയാണേ. അപ്പോൾ വിശ്വൻ പറയുന്നുണ്ട്, അത് ഞാൻ അടച്ചിട്ടുണ്ട് അമ്മയെന്ന് പറയും. അടച്ചോ? മാഷ് ചോദിക്കും. അടച്ചു. എങ്ങനെ അടച്ചു? നീ ഇനി ആരെങ്കിലും കടം മേടിച്ചിട്ടാണ് നീ അതടച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എങ്ങനെ ആ കടം തീർക്കും? ആരുടെ അടുത്ത് നീ ആ കടം തീർക്കും എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും വേദ അങ്ങനെ ഞാനാണ് അടച്ചതെന്ന് പറയാൻ പോകണം. അപ്പോഴേക്കും ശ്രീജ വേണ്ടാന്ന് പറയുമ്പോൾ വേദ അത് മിണ്ടൂല. ആ സമയത്ത് വിക്രം അവിടേക്ക് വരാണ്ട് വിക്രം അമ്മനോട് പറയും, മതി അമ്മേ, കുറേ നേരമായല്ലോ, ഒരു 4000 രൂപയുടെ കാര്യമല്ലേ ഇതുള്ളൂ എന്ന് വിക്രം പറയുകയാണ്. എന്നിട്ട് വിക്രം വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ആ കറണ്ട് ബില്ല് അടയ്ക്കാത്ത സമയത്ത് എന്നോട് തന്നെ ഒന്നത് പറഞ്ഞുകൂടെയായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് അത് അടച്ചേനല്ലോ എന്ന് വിശ്വത്തിൻ്റെ അടുത്ത് വിക്രം പറയുകയാണ്. ഒന്നും മിണ്ടാതെ വിക്രം നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത്രയൊക്കെ മതി, ഇനി മതി എന്ന് പറയും. ഒരു 4000 രൂപയുടെ കാര്യമില്ല, 4 ലക്ഷത്തിൻ്റെ കാര്യമൊന്നുമല്ലല്ലോ, ഞാൻ അടച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ മാഷ് പറയും, കമലേ, ഈ ജന്മം മുഴുവൻ ഇരുട്ടത്തിരുന്ന് ഇരിക്കേണ്ടി വന്നാലും ഈ ഇതുപോലുള്ള തെമ്മാടികളുടെ കാശ് കൊണ്ട് ഇവിടെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതാണ് ദേഷ്യത്തോട് കൂടിയിട്ട് മാഷ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ശ്രീജി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അതുക്കനെ വിഷയവും പുറകെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അമ്മ ആണെന്നുണ്ടെങ്കിൽ സങ്കടത്തോടുകൂടി നിൽക്കണ കാണുമ്പോൾ വേദ വന്നിട്ട് പറയുന്നത്, സാരില്ല അമ്മേ, അച്ഛൻ്റെ മനസ്സിൽ സങ്കടത്തോണ്ട് പറഞ്ഞതായിരിക്കും എന്ന് പറയും. ഇതൊക്കെ എനിക്ക് ശീലമായി മോളെ, കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ അനുഭവിക്കാനുള്ളതാണ്. പണ്ട് വിക്രത്തിനെ 1ാം ക്ലാസ്സിൽ ചേർത്തിയപ്പോൾ വിക്രത്തിൻ്റെ കൈ പിടിച്ച് വിനായകൻ്റെ കൈ പിടിച്ച് വിശ്വം കൂടെ പോകുമ്പോൾ മാഷ് സന്തോഷത്തോടുകൂടി പറയും, നോക്കൂ കമലേ, എൻ്റെ മക്കൾ 3 ആളും കൂടെ പോകുന്നത് അവർ വലുതാവുമ്പോഴേ ഒരു പട തന്നെ മുന്നിൽ വന്നാലും എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ 3 ആളും ഒറ്റക്കെട്ടായി നിന്നില്ല എന്ന് മാത്രമല്ല, ഒറ്റയ്ക്കെങ്കിലും നന്നായി നിന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേദന കെട്ടിപ്പിടിച്ച് കരയിട്ടോ. വിക്രാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. കമലാമ്മ എന്നുണ്ടെങ്കിൽ നല്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്രം അതിനുശേഷം റൂമിൽ ചെന്നതിന് ശേഷം വേദന ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും വേദ വിക്രമിൻ്റെ റൂമിലേക്ക് വരും. എന്നിട്ട് വിക്രമിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അച്ഛൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്, നിങ്ങളങ്ങനെ വിഷമിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയും കേട്ടോ. എൻ്റെ അച്ഛനെ ന്യായീകരിക്കാൻ നീ വരണ്ട, എൻ്റെ അച്ഛൻ്റെ മനസ്സിലെ വേദന വിഷമമൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഓഹോ, നിങ്ങൾ അച്ഛൻ്റെ മനസ്സിലെ വേദന വിഷമം മനസ്സിലാക്കുന്ന ആളാണോ? അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും കേട്ടോ. നീ എൻ്റെ അച്ഛനെ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രം പറയുകയാണ്, എല്ലാതും എൻ്റെ തെറ്റാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങളുടെ തെറ്റല്ലേ എന്ന് ചോദിക്കും കേട്ടോ. സുധാകരൻ മാഷ സ്വപ്നങ്ങൾ തകർത്തത് സത്യത്തിൽ ഞാനാണെന്നാണ് ഇവിടെ എല്ലാവരും കരുതിയിരിക്കുന്നത്. അതും അച്ഛനും അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ, നിങ്ങളല്ലേ സുധാകരൻ മാഷിൻ്റെ സ്വപ്നങ്ങൾ തകർത്തത് എന്ന് പറയും. സുധാകരൻ മാഷ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ്, മൂത്ത 2 മക്കളെക്കുറിച്ചല്ല സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ നിങ്ങൾ തന്നെയാണ് അച്ഛൻ്റെ സ്വപ്നങ്ങൾ തകർത്തതെന്നുള്ളത് സത്യം തന്നെയായിട്ടുള്ള കാര്യമാണെന്ന് പറയും കേട്ടോ വേദ. എന്നിട്ട് പറയും, അതെന്താ അങ്ങനെ പറയുന്നത്, ഈ വിശ്വേട്ടൻ ജോലിക്ക് പോകാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ? അല്ലല്ലോ, 2ാമത്തെ മകൻ വിനായകൻ അയാൾ ജോലിക്ക് പോയി ഭാര്യയ്ക്കുള്ള ചിലവ് മാത്രം കൊണ്ടു കൊടുക്കുന്നത് അതെൻ്റെ തെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. എല്ലാതും എൻ്റെ തെറ്റ്, ഞാൻ തന്നെയാണ് എല്ലാ തെറ്റും ചെയ്യുന്നതെന്നാണ് ഇവിടെ എല്ലാവരും അർത്ഥമാക്കുന്നത്. നീ പറയുന്ന പോലെ ഞാനൊരു ഗുണ്ടേ ക്രിമിനലാണ് എന്നൊക്കെ പറയാണ്. ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോയി, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയും. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ന്യായവും ശരിയും ഉണ്ടായിരുന്ന കാലത്ത് അതൊക്കെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ആരും എൻ്റെ കൂടെ നിന്നിട്ടില്ല. എൻ്റെ കൂടെ നിന്ന ആൾക്കാരുണ്ട്, അവരുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നും ആർക്കും ഇല്ല എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. വേദ പറയുന്നുണ്ട്, നിങ്ങളെ ഈ പറയുന്നതൊക്കെ സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ നന്നാകാതെ പോയത് നിങ്ങളുടെ തെറ്റുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വേദ വീണ്ടും വിക്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകണ്ടടി നീ നോക്കിട്ടോ. ഇല്ല, പോകുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അച്ഛനും അമ്മനെ നാണം കെടുത്തുന്നില്ലേ? നീ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നും കണ്ടിട്ട് എൻ്റെ അച്ഛനമ്മയെ നാണം കെടുത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനേ കാറിൽ പോകുന്ന വഴിക്ക് ഇത് സുധാകരൻ മാഷാണല്ലോ, ഇനി മുതൽ ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞ് വന്ന ആളല്ല. ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ.
എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയും, അതെ ഞാൻ തന്നെയാണ്, പക്ഷേ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് നീ കേൾക്കുന്നില്ലല്ലോ, നിന്നെ വീട്ടിൽ കയറ്റാതിരുന്നില്ലേ, എന്നിട്ട് നീ ഈ വീട്ടിൽ തന്നെ പിടിച്ച് കടിച്ചു തൂങ്ങി നിന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നീ വന്നതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറയും. അതെ, സുധാകരൻ മാഷ മൂത്ത മകൻ ജോലിക്ക് പോകാത്തത് എൻ്റെ തെറ്റ്, രണ്ടാമത്തെ മകൻ സ്വന്തം ചെലവിന് മാത്രം കാശ് കൊടുക്കുന്നതും എൻ്റെ തെറ്റ്, ഞാൻ വന്നതിന് ശേഷമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. മൂന്നാമത്തെ മകനെ ഞാൻ വരുന്നതിൻ്റെ തലേദിവസം വരെ ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് കുടുംബം നോക്കിയിരുന്ന ആളാണ്, ഇപ്പോൾ തെമ്മാടിയായതും എൻ്റെ തെറ്റ് തന്നെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദം ഇങ്ങനെ പോകും കേട്ടോ. അതിനുശേഷം ശ്രീജയുടെ അടുത്ത് വരുമ്പോൾ ശ്രീജ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, എന്താ ശ്രീജടുത്ത് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതാണ് ഈ സവോള അരിയിട്ട് കരയണതാന്ന് പറയും. അതും അതിൻ്റെ ഒരു ന്യായം പറയണതല്ലേ, എനിക്കറിയാം ശ്രീജയുടെ മനസ്സ് എന്ന് പറയാൻ കേട്ടോ. ശ്രീജടുത്തി അച്ഛൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ എനിക്കറിയാൻ വേദേ, ഞാനിതൊക്കെ എത്ര നാളായി കേൾക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ശ്രീജേട്ടത്തിനോട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിശേട്ടൻ ആദ്യമേ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിയിലെ സൂപ്പർവൈസറായിരുന്നു, അപ്പോൾ ഇനി കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷേ ആദ്യമായിട്ട് ആ ജോലി ഉപേക്ഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടായിരിക്കുന്നു, പക്ഷേ വിശേട്ടൻ്റെ 5ാമത്തെ 6ാമത്തെ ജോലിയായിരുന്നു അത്. പിന്നെ വിശേട്ടൻ ജോലിക്ക് പല പല സ്ഥലങ്ങളിൽ പോകും, പിന്നെ അത് നിർത്തും. വിശേട്ടൻ അത് തൻ്റേതായ കുറേ കാരണങ്ങളും പറയും. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചും ഉണ്ടായി. അതിനുശേഷം പിന്നെ ജോലിക്ക് പോകാതായപ്പോൾ വീട്ടുകാരൊന്നും ഇടപെട്ടില്ലെന്ന് ചോദിക്കുകയാണ് വേദ. വീട്ടുകാരൊക്കെ ഇടപെട്ടു, അച്ഛനും ചോദിക്കാൻ വരാറുണ്ടായിരുന്നു, പക്ഷേ ആങ്ങളെയും വന്നിരുന്നു കേട്ടോ. ആങ്ങളെയും എന്നെയും മോളെയും കൂടിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയതാ. എന്നിട്ട് ഞാനും എൻ്റെ മോളും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് വിചാരിച്ച് അവിടെ തന്നെ താമസിച്ചു. പക്ഷേ മോളെ കാണാനെന്നുള്ള രീതിയിൽ വിശേട്ടനും കൂടെ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായി തോന്നി. വിശേട്ടൻ്റെ ചെലവും കൂടി അവർ നോക്കണ്ടേ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് തിരികെ പോന്നു. പക്ഷേ മോളെ അവിടെ സ്കൂളിൽ ചേർത്തത് കൊണ്ട് തന്നെ ആങ്ങളെ വിടാൻ സമ്മതിച്ചില്ല എന്ന് പറയും. അപ്പോൾ വേദ ചോദിക്കുകയാണ്, ആങ്ങളൊക്കെ എന്താ ജോലി? പെയിൻറ്റിങ് പണിയാണ് അവന്, പക്ഷെ അവൻ എന്തു ജോലിയും ചെയ്യും. പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ ഒരു സെൻറ്ററിൽ ഒരു തട്ടുകട ഇട്ടിട്ടുണ്ട്. തട്ടുകടയിൽ നിന്ന് വരുമ്പോഴേ 12 മണിയാകും. എന്നെ ജീവനാണ്. ആങ്ങളാന്ന് പറയുമ്പോൾ മൂത്തതാണോ ചേച്ചിയും ചോദിക്കും കേട്ടോ. അല്ല, മൂത്തതല്ല, എന്നേക്കാളും താഴെയാ എന്നൊക്കെ പറഞ്ഞ് വേദ തൻ്റെ വിശേഷങ്ങളൊക്കെ ശ്രീജ വേദയോട് പറയുന്നുണ്ട്. എന്തായാലും വിശേഷനെ ശരിയാക്കാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, ശ്രീജടുത്ത് എൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ശ്രീജയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ഇതേ സമയം പൈപ്പിൽ വെള്ളമില്ലാണ്ട് നന്ദിനി ഒരു ഐഡിയ എടുക്കുകയാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യും വിനിയേട്ടൻ, ഞാൻ ഇവിടെ വീണ് കിടക്കാം, അയ്യോ എന്നൊരു നിലവിളി കേൾക്കുമ്പോൾ ഓടി വന്നാൽ മതി എന്ന് പറയും കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് നന്ദിനിയാണെന്നിട്ട് പതുക്കനെ കിണറ്റിൻ്റെ അവിടേക്ക് പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കോരിയതിരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് താഴത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വീഴുകയാണ്. വീണിട്ട് അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും വിനായകൻ ഓടി വരികയാണ് കേട്ടോ. നന്ദിനി എൻ്റെ നന്ദിനി വീണോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ എന്താ മനുഷ്യ ഇത് ഡബിങ് സീരിയൽ പോലെ മര്യാദയ്ക്ക് ഒച്ചെടുത്തിട്ട് അമ്മനെ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട്, അയ്യോ അമ്മേ നന്ദിനി വീണമ്മയെന്ന് പറയട്ടോ. അപ്പോഴേക്കും അമ്മയും ശ്രീജയും അതുപോലെ തന്നെ വേദയൊക്കെ ഓടി വന്നിട്ട്, എന്ത് പറ്റി? ഞാനിവിടെ വെള്ളം കോരാൻ വന്നതാണ്, ടാങ്കിൽ വെള്ളം ഇല്ലല്ലോ. അപ്പോൾ വെള്ളം കോരാൻ വെച്ചപ്പോൾ വഴുക്കി വീണതാ, അതിനിവിടെ പായലും പൂപ്പലൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ വിനായകൻ പറയും, അമ്മ എന്താ പരസ്യം പറയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, അങ്ങനെ വീഴാനായിട്ടിവിടെ കാരണങ്ങളൊന്നും കാണുന്നില്ലല്ലോ, വെള്ളം കോരണ്ടേ ഇനിയിപ്പോൾ, സാരില്ല ഞാൻ കോരിക്കോളാം. അയ്യോ അമ്മനെ കൊണ്ട് കോരിച്ചിട്ട് അച്ഛൻ ഇനി എന്നെ വഴക്ക് പറയും. അപ്പോൾ വേദ പറയും, സാരില്ല ഞാൻ കോരിക്കോളാം എന്ന് പറഞ്ഞിട്ട് വേദ കോരാൻ നിൽക്കുകയാണ്. അങ്ങനെ കമലാമ്മയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ നന്ദിനിയുടെ അടവാണെന്ന്. ഇതൊരു വല്ലാത്ത വേദനയായി പോയി നന്ദിനി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഈ സമയത്ത് മീൻകാരി അവിടേക്ക് വരികയാണ്. വേദ വെള്ളം കോരുന്നത് കണ്ടിട്ട് അവർ വന്നിട്ട് പറയും, എങ്ങനെ കഴിഞ്ഞിരുന്ന കൊച്ചിനെ കൊണ്ടാണ് വെള്ളം കോരിക്കുന്നത്. അപ്പോൾ വിക്രം എങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ഈ മല്ലനവിടെ ഉണ്ടായിട്ടാണോ മോളെ കൊണ്ട് വെള്ളം കോരിക്കുന്നത്? കമലാമ്മേ ഈ കൊച്ചിനെ കൊണ്ട് എന്തിനാണ് വെള്ളം കോരിക്കുന്നത്? ഞാൻ പറഞ്ഞത് അവളോട് ഞാൻ കോരിക്കോളാമെന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ചേച്ചിയുടെ വീട്ടിൽ ജോലി എടുക്കാറില്ല, ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷെ അതുപോലെയാണ് മോള് എന്ന് പറയണ്ട. ഇവരിവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് മോള് വെള്ളം കോരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ ആൾക്കാരെ കൊണ്ട് പറയിക്കാനായിട്ട്? മീൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും, വേണ്ട മീൻ വേണ്ട. അത് നീ എന്തിനാണ് ചാടി കടിക്കുന്നത്? വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ. എന്നാലും നിങ്ങൾ ഈ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നത് കഷ്ടം തന്നെ എന്ന് പറയും. നിങ്ങളോടല്ലേ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്? മീൻ വേണ്ടാന്നല്ലേ പറഞ്ഞത്? പിന്നെ ഞാൻ മീൻ കൊണ്ടുവന്നതല്ലേ ചെറുക്ക, മീൻ വേണമെന്ന് ചോദിച്ചാൽ എന്താ തെറ്റ്? എങ്ങാണ്ട് ജീവിച്ചിരുന്ന നല്ല കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങാണ്ട് കഷ്ടപ്പെടുത്താണെന്ന് പറയട്ടോ. എന്നിട്ട് വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരും. വിക്രം പറയുന്നത്, നിന്നോട് റെഡി വെള്ളം കോരാന്ന് പറഞ്ഞാൽ ഞാൻ കോരാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഞാൻ കോരിക്കോളാം, നീ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ. ഇവരത് നാട്ടുകളിൽ മുഴുവൻ ചെന്ന് പറഞ്ഞു നടക്കും, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കോരിക്കോളാന്ന് പറഞ്ഞിട്ട് വിക്രം ബക്കറ്റ് മേടിക്കണ്ടോ. ഇനി ഒരുപാട് ബക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ എത്ര കണ്ടതാന്ന് പറയട്ടോ. പിന്നെ വിക്രം നോക്കുമ്പോൾ നിറച്ച് ബക്കറ്റ് കാണുമ്പോൾ വിക്രം ഞെട്ടി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.